നമ്മുടെ കൊല്ലത്ത് ഒരു 16 വയസ്സുകാരനെ കുത്തിക്കൊന്ന ഒരു വാർത്ത ഇന്നലത്തെ ഒരു വാർത്ത നമ്മൾ കണ്ടു. അമ്പലത്തിൽ ഉത്സവത്തിനിടയിൽ 16 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു 19 വയസ്സുകാരൻ കുത്തിക്കൊന്നു. 3 തവണ കുത്തിയിട്ട് അവനെ ആൾത്തിരക്കിനിടയിൽ അവനെ മാറ്റിക്കിടത്തിയിട്ട് അവസാനം സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനാവാതെ ചോര വാർന്ന് മരിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് അല്ലേ. ഈ വാർത്ത എത്രത്തോളം നമ്മൾക്ക് ശരിക്കും വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രൈം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മറ്റേ ഒരു കൊച്ചിനെ, അതും കൊല്ലം, ട്രിവാൻഡ്രം ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു, ഒരു കുട്ടിയെ സ്വന്തം പിതാവ് ഒരു മഴു കൊണ്ട് വെട്ടിക്കൊന്നു. ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആത്മഹത്യ ചെയ്ത്, അവൻ കസ്റ്റഡിയിലിരിക്കുക ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവൻ മഴു കൊണ്ട് ഈ കുട്ടിയുടെ കഴുത്തിന് വെട്ടി, അതായത് ഗിഫ്റ്റ് തരാം. അവൻ്റെ ആ ന്യൂസിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല, ഇപ്പോൾ 1 വർഷം മുകളിലായി, കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ മഴു കൊണ്ട് ഈ കുട്ടിയോട് പറഞ്ഞ് കണ്ണടയ്ക്ക്, ഇവൻ ഡ്രഗ്സ് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഡ്രഗ് അഡിക്റ്റാണ്. അപ്പോൾ ഇവൻ ഈ കുട്ടിയോട് പറയാണ്, കണ്ണടയ്ക്ക്, അച്ഛനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ്. കുട്ടി കണ്ണടച്ചപ്പോൾ കഴുത്തിന് വെട്ടി, ഒറ്റ വെട്ടിന് കുട്ടിയുടെ കഴുത്ത് മുറിഞ്ഞു പോയെന്നുള്ളതാണ്. മരിച്ചുപോയി. അമ്മ മാത്രമേ അടുത്തുണ്ടായിരുന്നുള്ളൂ. കുട്ടിയുടെ അമ്മ എന്ന് വെച്ചാൽ അമ്മൂമ്മ മാത്രമേ കുട്ടിയുടെ ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവർ ബഹളം വെച്ച് ഓടി, ആളുകളെ വിളിച്ചു കൂട്ടി. ലാസ്റ്റ് ഇവനെയും പോലീസ് കൊണ്ടുപോയി. അവൻ കസ്റ്റഡിയിൽ നിന്ന് ആത്മഹത്യയാണ് ചെയ്തത്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് എന്തും മേടിക്കാമെന്നുള്ളൊരവസ്ഥയാണ്. ഹെൽമെറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ 500, 1000 ഒക്കെ പിഴ അടപ്പിക്കുന്ന നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത്ര ആയുധങ്ങൾ ഈ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഞാൻ പറയുന്നത്, നമുക്ക് കറിക്കത്തിയോ ഒരു വടിയോ അല്ലെങ്കിൽ ഒരു വെട്ടുകത്തിയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ട അട്രാക്ഷൻ തോന്നുന്ന തരത്തിൽ, എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർക്ക് കയ്യിൽ കൊണ്ട് നടക്കാനായിട്ട് കൗതുകം തോന്നുന്ന തരത്തിലുള്ള വസ്തുക്കൾ. നമുക്കറിയാം, 16കാരനായ ആ ചെറുക്കനെ കുത്തിക്കൊന്ന ആ കത്തി കണ്ടാൽ സ്വാഭാവികമായിട്ടും അതുപോലൊരു കത്തി കൊണ്ടു നടക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള, പ്രായത്തിൻ്റെ രക്തത്തിളപ്പുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലാണ് അത് പണിയെടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ നോക്കിക്കോ, ആ വീഡിയോ എടുത്ത് നോക്കിക്കോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നോക്ക്. അതായത് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള സിനിമയിലെ നായകന്മാരും വില്ലന്മാരും കൊണ്ടു നടക്കുന്ന ടൈപ്പ് ഒരു കത്തി, അത് അത്രയും ഡിസൈൻ ചെയ്ത് അത്ര ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കത്തി, അത് കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മേടിക്കണമെന്നും കൈ വെക്കണമെന്നും ആർക്കിട്ടെങ്കിലും കുത്തണമെന്നും തോന്നിയാൽ അത് ആരുടെയും തെറ്റായിട്ട് ഞാൻ പറയത്തില്ല. കാരണം എന്താ പറയുക, പോരാത്തതിന് കുറേ ഡ്രഗ്സും ഈ പറയുന്ന കഞ്ചാവും മയക്കുമരുന്നും കൂടെ അടിച്ച് കയറ്റിയാൽ, പിന്നെ ഏതോ സിനിമയിലെ നായകനായിട്ടും വില്ലനായിട്ടൊക്കെ തോന്നിപ്പോയാൽ അത് ആരുടെയും കുറ്റമല്ല. അത് നമ്മുടെ നാട്ടിലെ ഈ വ്യവസ്ഥിതിയുടെ കുറ്റമാണ്, നിയമത്തിൻ്റെ കുറ്റമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, മീഷോ പോലുള്ള ഈ പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കത്തികൾ, ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്ന തരം കത്തികൾ എന്തിന് വെച്ചിരിക്കുന്നു? അല്ലെങ്കിൽ ഇത്തരം മഴു, അതിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നിർത്തലാക്കണം. കാരണം ഒരു വടിവാളെന്ന് പറയുന്ന സാധനം, അപ്പം നിങ്ങൾ പറയും ഇത് ഒരു ഹെലികോപ്റ്റർ പോണ സൗണ്ടാണ്. അപ്പം നിങ്ങൾ പറയും ഒരു കത്തിയോ അല്ലെങ്കിൽ ഈ മഴുവോ എന്തിനു വേണ്ടിയിട്ട് ഈ വിൽക്കുന്നതിൽ എന്താ കുഴപ്പം? അത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ. അങ്ങനെ കൊടുവാൾ കൈ വെച്ചൂടെ? കൊടുവാൾ കൊണ്ട് വിറക് വെട്ടാം, മീൻ വെട്ടാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തിനാണ് കൊടുവാൾ കൈ വെച്ച് കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് 7 വർഷം വരെ ആയുധം കൈവച്ചതിന് തടവ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ കൊടുവാൾ കൈവച്ചതിന് എന്തിനാണ് ഒരു ആളെ ശിക്ഷിക്കുന്നത്? ആയുധം കൈവച്ചതിന്. മനസ്സിലായി? അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയും ഓരോ ഉപയോഗമുണ്ട്. ഈ പറയുന്ന 19കാരനായ പയ്യൻ്റെ കയ്യിലിരുന്ന കത്തി എന്ന് പറയുന്നത് അത് ഒരിക്കലും കറിക്കരിയുന്ന കത്തിയല്ല, അത് മനുഷ്യനെ കുത്താൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. അതെന്തിന് മീഷോ പോലുള്ള ഈ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തെടുക്കാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാക്കി? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓൺലൈൻ വഴി അത് പബ്ലിഷ് ഈ പറയുന്ന രീതിയിൽ മേടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഈ ഇത്തരം ഓൺലൈൻ മാർക്കറ്റൊക്കെ? അത് തെറ്റാണ്. എന്തുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നിയമ നടപടികൾ, ഈ പറയുന്ന നീതി ന്യായങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ഈ പറയുന്ന മാർക്കറ്റുകളെ അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികളെ എന്തുകൊണ്ട് വിലക്കുന്നില്ല? ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. ഇത് ആരും ശ്രദ്ധിച്ചു പോകാത്തൊരു അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണത്. ഒരു കത്തി എന്ന് പറയുന്ന സാധനം നമ്മൾക്കറിയാം, കറിക്കരി എന്നൊരു കത്തി. ആ കത്തി എന്ന് പറയുന്നത് നമ്മൾക്ക് കറിക്കരിയാനുള്ള കത്തി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് അറിയാനുള്ളതാണെന്നല്ലേ. മീൻ വെട്ടുന്ന കത്തി കണ്ടാൽ, അല്ലെ ഇറച്ചി എറിയുന്ന കത്തി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ ഒരു 18 20 വയസ്സുള്ളവന് തോന്നത്തില്ല, ഒരു കൗതുകം തോന്നത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഈ 16 വയസ്സുള്ള ചെറുക്കനെ കുത്തിയ ആ 19 വയസ്സുകാരൻ്റെ കയ്യിലിരുന്ന കത്തി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ആ കത്തിയുടെ ഷേപ്പ്, അതുണ്ടാക്കിയിരിക്കുന്ന രീതി, ഇതൊന്നും കറിക്കരിയാനല്ല, അത് ആയുധമാണത്. വകവരുത്താനുള്ള, അല്ലെ മനുഷ്യനെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമാക്കിയാണ് ഈ പറയുന്ന ഓൺലൈൻ മാർക്കറ്റുകൾ അത് വിൽക്കുന്നത്, വിപണിയിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ അതുകൊണ്ടല്ലോ അതിൻ്റെ ഉദ്ദേശം എന്താണ്?
അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത്രയും മൂർച്ചയുള്ള മഴു, മരം വെട്ടാനാണെങ്കിൽ ഓക്കെ, ഇത്രയും മൂർച്ചയുള്ള മഴു, ഒരു കുഞ്ഞിൻ്റെ കഴുത്തറുത്ത മഴു, എന്തിന്? ഇതൊക്കെ ആയുധങ്ങളാണ്. അതെന്തുകൊണ്ട് നിർത്തലാക്കുന്നില്ല? ഇതെന്തുകൊണ്ട് നിർത്തലാക്കുന്നില്ല? ഒരു കൊടുവാളും എടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ അതിൻ്റെ അണിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാട്ടിലൊരുത്തൻ മദ്യപാനം കുടിച്ചിട്ട് ബാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കൊടുവാൾ കൈ പിടിച്ചാൽ, ആയുധം കൈവച്ചതിന് അവനെതിരെ കേസെടുക്കുന്നതാണ്. അപ്പം പിന്നെ പറഞ്ഞാൽ പോലെ കൊടുവാളല്ലേ, അതുകൊണ്ട് നമുക്ക് മരം വെട്ടാം, പിന്നെ ഇലയുടെ ചില്ലി വെട്ടാം, ഈ പറയുന്നത് പോലെ മീൻ വെട്ടാം, അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ പാടില്ലേ? അതല്ലാത്തത് കൊണ്ടല്ലേ കൊടുവാളിനെ നമ്മൾ ആയുധമായിട്ട് കണ്ട് നമ്മളത് ഈ പറയുന്ന പോലെ കൈവെക്കുന്നവർക്കെതിരെ കേസെടുക്കാനുള്ള നിയമമുള്ളത് അല്ലേ? തോക്ക് പോലെ തന്നെയാണ് ഈ പറയുന്ന കത്തി, മാരകമായ ആയുധങ്ങൾ, കത്തി, വടിവാള്, കൊടുവാള്, മഴു, ഇതൊക്കെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി കൊടുത്ത ആരാ? ഒരു ആയുധം പണിത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ആയുധം പണിത് കഴിഞ്ഞാൽ, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആയുധം പണിതാണ് ആരാണോ ആ വ്യക്തിക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. ഇതിപ്പോൾ മീഷോയ്ക്കെതിരെ കേസെടുക്കണ്ടേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? 16 വയസ്സുകാരനായ ഒരു ചെറുക്കനെ കുത്തിക്കൊല്ലാൻ ഉപയോഗിച്ച കത്തി കൊടുത്തത് മീഷോയാണ്. അപ്പോൾ പറയുമ്പോൾ വലിയ നിയമമായി പോവും. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ഒരു നിയമവുമില്ല, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഈ സംഭവിച്ചു പോയത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും വലിയ ഫോൾട്ട്. ഇനി ഒരു തവണ പോലും പിന്നെ ഇത്തരം ആയുധങ്ങൾ ഒരു ചെറുപ്പക്കാരായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ സാധാരണ ഈ പറയുന്ന ആളുകൾക്കോ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് മേടിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത്. അപ്പോൾ ഈ ഒരു പ്രവണത കാരണം, അതായത് ഇങ്ങനെ ഓൺലൈൻ വഴി ആർക്കും ഇങ്ങനെ ഈ ആയുധങ്ങൾ പർച്ചേസ് ചെയ്തെടുക്കാം എന്നുള്ളൊരു പ്രവണത കാരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഈ പറയുന്ന ഉപകാരമല്ലേ? ആരെങ്കിലും ഒന്ന് തട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഓൺലൈൻ വഴി ഏതെങ്കിലും ഒരു മഴുവോ അല്ലെങ്കിൽ ഒരു കോടാലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പിന്നെ കത്തിയോ കടാരയോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് ഇത് ചെവിയറിയാതെ ഇങ്ങനെ ഇതുപോലെ ആരെങ്കിലും കുത്തിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനൊക്കെ ഉപയോഗിക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ നിയമത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് ഇതൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന് നമുക്കറിയാം, പണ്ട് നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ വമ്പർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്നു, ക്രാഷ് ഗാർഡ് ഫ്രണ്ട്. ഈ 4 വീലർ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, 2 വീലർ അല്ല. 2 വീലറിനൊക്കെ ഇപ്പോഴും ഉണ്ട് ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിൽ വാഹനങ്ങൾ ഒരയുമ്പോൾ ഇതിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, ഈ ക്രാഷ് ഗാർഡിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് സേഫ്റ്റി ഉണ്ടാവും. പക്ഷേ അതെടുത്ത് ഗവൺമെൻറ് അത് നിയമം കൊണ്ടുവന്ന്, കാരണം അത് ഉപയോഗിക്കാൻ പാടില്ല, അത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇടി കൊള്ളുന്ന വ്യക്തിക്ക് ജീവനഹാനി ഉണ്ടാകുമെന്ന് കരുതിയിട്ട് അതെടുത്ത് മാറ്റി. അപ്പം എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധ ചെലുത്തിയിട്ട് അത് നിയമം കൊണ്ടുവന്ന് അത് ഒഴിവാക്കുന്ന ഒരു പ്രവണത കാണിക്കുന്ന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇത്തരം ഈ പറയുന്ന ഓൺലൈൻ വഴി ഇത്തരം മാരകായുധങ്ങൾ വിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് അതിന് തടയിടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഡൽഹിയിലെ ഒരു അഭയ കൊലക്കേസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലെ ഒരു ബസ്സിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു മാരകമായിട്ട്. അത് ആ സൺഫിലിം എന്ന് പറയുന്ന സാധനം കൊണ്ട് കവർ ചെയ്ത ബസ് ആയിരുന്നത് കൊണ്ട് മാത്രം അത് പുറം ലോകം അറിഞ്ഞില്ല. ആ കുട്ടി മാരകമായി പീഡനമേറ്റ് അവസാനം ആശുപത്രിയിൽ കിടന്ന ആ കുട്ടി മരണപ്പെട്ട ചരിത്രം നമ്മൾ കണ്ടതാണ് അല്ലേ? ഈ ഒരു ചരിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷമാണ് സൺഫിലിം എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ഒരു നിയമമാക്കി മാറ്റിയത്. ഒരൊറ്റ കേസിലാണ് ഇന്ത്യ മുഴുവൻ സൺഫിലിം എന്നുള്ളത് പുതിയ നിയമം കൊണ്ടുവന്നിട്ട് സൺഫിലിം എല്ലാ കാറിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമത് ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ട് ഒരു പരിധിവരെ ഈ വെയിലിൽ നിന്ന് സുരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ ഉപയോഗിക്കാമെന്നുള്ള നിയമം ഇപ്പോഴാണ് കൊണ്ടുവന്നത്. അത് മുൻപ് വരെ എനിക്ക് തോന്നുന്നു 2-3 കൊല്ലം മുൻപ് വരെ ഈ പറയുന്ന സൺഫിലിം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന് പോലും നിയമങ്ങൾ കൊണ്ടുവരുന്ന ഈ ഗവൺമെൻറ്റൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം മാരകായുധങ്ങൾ ഈ പറയുന്നത് പോലെ പർച്ചേസ് ചെയ്തിട്ട് അതെടുത്ത് വല്ലവൻ്റെ നെഞ്ചത്ത് കയറ്റുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം മാരകായുധങ്ങൾ ഇതുപോലെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് മേടിക്കാനുള്ള സാഹചര്യത്തിന് തടയിടാത്തത്? അത് നിർബന്ധമായിട്ടും ഇത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പോയിട്ട് ആർക്കും എന്തും മേടിച്ച് ആരുടെയും നെഞ്ചത്ത് കയറ്റാമെന്നുള്ള ഒരു അവസ്ഥ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊന്ന 19 വയസ്സുകാരന് ഞാനാണ് ആ കത്തി കൊടുത്തിരുന്നത്, ഞാനകത്തല്ലേ? തീർച്ചയായിട്ടും ഞാനകത്താണ്. ആയുധം കൊടുത്തതിന് ഞാനകത്താണ്. കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്നതും കൊലപാതകം ചെയ്യുന്നത് പോലെ തന്നെയുള്ളൊരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പം മീഷോയിൽ ഓർഡർ ചെയ്തപ്പോൾ അവർ ഇതിൻ്റെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അവർ വലിയ മാർക്കറ്റാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് എന്തിനു മേടിച്ചു എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ശരിയാണ്. അത് വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് മാത്രം അവർക്ക് എന്താ പറയുക, ഒരു ബാധ്യത ഇല്ലെന്നാണ്. ഒരു വ്യക്തി കൊടുത്താൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നാണ്. അത് തെറ്റാണ്. ഇവിടെ എല്ലാവർക്കും വലുതായാലും ചെറുതായാലും നിയമം ഒന്നായിരിക്കണം. മീഷോ പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്ലിപ്കാർട്ട് പോലുള്ള അല്ലെങ്കിൽ ആമസോൺ പോലുള്ള ഈ പറയുന്ന ഓൺലൈൻ മാർക്കറ്റുകളിൽ നിന്ന് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു മനസ്സിലായി ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകണം. പിന്നെ മേടിക്കുന്ന ആളുടെ
പ്രായം, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സാധനം ചിലപ്പോൾ അവിടെ കള്ളം എഴുതി വെച്ചെന്ന് പറഞ്ഞാലും വളരെ മാരകമായ ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല. അത് തന്നെ, അത്ര തന്നെ. അവിടെ എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം ചിലപ്പോൾ അവിടെ കള്ളമായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും കൊടുക്കുന്നതെങ്കിൽ അത് വിൽക്കാൻ പാടില്ല. ഇത് ഓൺലൈനിൽ കിട്ടത്തില്ല. നമുക്കറിയാം, ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ, ചീട്ട് ഇല്ലാതെ ഒരിക്കലും ചില മരുന്നുകൾ കൊടുക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? അത് ജീവൻ ഹാനി ഉണ്ടാക്കുന്നതാണ്. എന്ന് പറയുന്നത് പോലെ, ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ, ചില സാധനങ്ങൾ പുറത്ത് വിടാൻ പാടില്ല. അത് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. അപ്പം ചിന്തിക്കും, കൊല്ലുന്നവന് എന്തെങ്കിലും ഒരു ആയുധം കയ്യിൽ കൊണ്ടു നടന്നാൽ പോരെയെന്ന്. കൊല്ലുന്നവൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു ബൈക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എത്ര പേര് മരിച്ചെന്ന് നമുക്കറിയാം. ഒരുപക്ഷേ ഈ ഡ്യൂക്ക് എന്ന് പറയുന്ന ബൈക്ക് ഓടിച്ചവൻ നമ്മുടെ സ്പ്ലെൻഡറാണ് ഓടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ മരിക്കില്ല. കാരണം അവന് അത്ര അട്രാക്ഷൻ, അത്ര സ്പീഡിൽ പോകാനുള്ള ഒരു താല്പര്യം തോന്നില്ല. അത് തന്നെ. ഡ്യൂക്ക് പോലത്തെ ഒരു വണ്ടിയെ കയറിയിരുന്നു കഴിഞ്ഞാൽ 80 വയസ്സുള്ള കളവനും ഒന്ന് 100 പോകണമെന്ന് തോന്നിപ്പോവും. അതാണ് വണ്ടിയുടെ പ്രത്യേകത. എന്ന് പറയുന്ന പോലെ ആ കത്തി കണ്ടു കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അതൊന്ന് പർച്ചേസ് ചെയ്യാനും, അത് ആരെങ്കിലും നെഞ്ചത്തോടൊന്ന് കയറ്റാനും, ഒന്ന് പെർഫോം ചെയ്യാനും, അതെടുത്തൊന്ന് ഉപയോഗിക്കാനൊക്കെ തോന്നിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ, ഇത്രയും ടെംപ്റ്റേഷൻ, ഇത്രയും പ്രലോഭനങ്ങൾ വരുന്ന തരത്തിലുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്പാടെ എടുത്ത് കളയുക. അഥവാ ഇനി ഏതെങ്കിലും ഒരുത്തനെ ആരെങ്കിലും കൊല്ലാനായിട്ട് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ അവൻ പോയി ഉണ്ടാക്കിച്ചിട്ട് ആ ഉണ്ടാക്കിയവനകത്ത് പോട്ടെ. അങ്ങനൊരു നിയമം കൊണ്ടുപോവാ. അല്ലാതെ ദയവ് ചെയ്ത് ഇനി ഇങ്ങനെയുള്ള മാരകായുധങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.